The troubling genres of Malayalam cinema we having. നമ്മൾ മലയാള സിനിമ നേരിടുന്ന ട്രബിളിംഗ് ജോൺറേസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. പോണവില്ല അവിടെ നമുക്ക് കേൾക്കടാ, അന്ന് ഇംഗ്ലീഷാ. In this video we are talking about the troubling genres that we have facing. മലയാള സിനിമയിൽ ജോൺറേസിന്റെ പ്രശ്നമുണ്ട്. നല്ല പ്രശ്നമുണ്ട്. എത്ര ജോൺറേസ് ഈ ലോകത്ത് എന്തോരം ജോൺറേസ് ഉണ്ട്. ഈ ചെറിയ ഇങ്ങനത്തെ ജോൺറേസിൽ പെട്ടുപോയിരിക്കുന്നു. ഐ എം റിയലി സാഡ് അബൌട്ട് ദാറ്റ്. ഐ എം റിയലി ബോതേർഡ് അബൌട്ട് ദാറ്റ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രശ്നം ഈസ് ദി ജോൺറേസ്. We should consider horror movies, we should consider fantasy movies, we should consider fictional, science fictional, whatever the genres are. People are thinking about the genres. If you are breaking the genres, taking the fantasy or taking the science fiction genres, they are thinking they can't afford. People are thinking they can't afford. But it's a blunderish thought. നമുക്കിപ്പം ഫാൻറ്റസി എന്ന് പറയുമ്പോൾ ഫാൻറ്റസി ഇവൻ്റ് നടക്കുന്ന ഒരു സംഭവം നമ്മളൊരു സംഭവമായിട്ട് ചിത്രീകരിക്കുന്നു എന്നുള്ളൊരു സംഭവമാണ്. ഫാൻറ്റസി ഇവൻ്റ് നടക്കുന്നത് പറയുന്നതും ഒരു ഇവൻ്റ് തന്നെ ആണല്ലോ. അതായത് ഇവിടെ ഇപ്പം എന്താ പറയുക, ഒരു ഏലിയൻസ് വന്നു, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഏലിയൻസ് വന്നിട്ട് ഇങ്ങനത്തെ ഒക്കെ ഡാമേജ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അതൊക്കെ അതുകൊണ്ടാണ്. ഒരു കോൺവെർസേഷനിൽ തന്നെ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൂടെ? ഇതിപ്പം അഗ്നി എന്നങ്ങാണ്ട് ഈ മറ്റേ പുള്ളിയില്ലേ, അയ്യോ അഗ്നി 5 എന്നാണെന്ന് തോന്നുന്നു, ഞാൻ ഇപ്പോൾ പറയാം. അയ്യോ അവൻ്റെ പേരെന്തായിരുന്നു, മറ്റേ ധ്രുവങ്കൽ 16 ഡയറക്ടർ ഉണ്ടല്ലോ, ആളുടെ പേര് കാർത്തിക് നരേൻ. എൻ്റെ ഒരു മറ്റേ സമരസയിലെ ഒരു സെഗ്മെൻ്റ് ഉണ്ട് ആൾക്ക്, അഗ്നി 5 എന്നോ എങ്ങാണ്ട് പറഞ്ഞിട്ട്. അത് പക്ക ഒരു സയൻസ് ഫിക്ഷൻ, ഒരു ടൈം ട്രാവൽ, അങ്ങനത്തെ ഒരു സംഭവം ഡിസ്കസ് ചെയ്യുന്നത്. ഭയങ്കര പീക്കായിരുന്നു സാധനം, ഭയങ്കര അടിപൊളിയായിരുന്നു. സത്യത്തിൽ അത് മതി, അതിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ. എല്ലാം പൊട്ടിത്തെറിക്കണത് കാണിക്കണത്, എല്ലാം മാറുന്നത് കാണിക്കണത്, കോടിയുള്ള സെറ്റോ ആ പരിപാടികളുടെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മേക്ക് ബിലീവ്. The thing is, we must consider the genres that we are troubling. That is fantasy, fiction, horror, whatever it is. Those are the genres that we are required to get. എടാ അത് റെക്കോർഡർ ആണോന്ന്. The thing is, ഇതിപ്പം അത്ര ഇൻവെസ്റ്റ്മെൻറ്റും അത്ര സംഭവങ്ങളൊന്നും ആവശ്യമില്ല. നല്ല കഥകളാണ് വേണ്ടത്, നല്ല സ്ക്രിപ്റ്റുകളാണ് വേണ്ടത്. അല്ലാതെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഐ റെസ്പെക്ട് പടക്കളം. I do respect Padakkalam movie director. I do respect it because ആ ജോൺറേസിനോടുള്ള എൻ്റെ റെസ്പെക്റ്റാണ്. ആ ജോൺറയിൽ അവരിവിടെ സിനിമ എടുക്കാൻ കാണിച്ച ധൈര്യത്തിനോടുള്ള റെസ്പെക്റ്റാണ്. ഞാൻ ക്രെഡിറ്റ് കൊടുക്കുന്നത് എപ്പോഴും ഡയറക്ടർക്കായിരിക്കും. ഡയറക്ടറാണല്ലോ ക്യാപ്റ്റൻ തന്നെ ക്രെഡിറ്റ്. പടക്കളം ഒരു ഓക്കേഷ് പടം മാത്രമാണ്, പക്ഷേ അത് സ്റ്റാൻഡ് ഔട്ട് ആവുന്നത് പടത്തിൻ്റെ ജോൺറയെ കൺസിഡർ ചെയ്യുമ്പോൾ മാത്രമാണ്. അതിൽ വർക്കൗട്ട് ആവാതെ പോയ ഒരുപാട് കോമഡികളുണ്ട്, വർക്കൗട്ടായ കുറച്ച് കോമഡികളുണ്ട്, വർക്കൗട്ടായ പല സംഭവങ്ങളുണ്ട്, സീക്വൻസുകളുണ്ട്, വർക്കൗട്ട് ആവാത്ത കുറേ സംഭവമുണ്ട്. പക്ഷേ ജോൺറയിലാണ് പരിപാടി. ആ അതിൻ്റെ ജോൺറ ഏതാ? ഫാൻറ്റസി തന്നെയല്ലേ? ഫാൻറ്റസി. പടക്കളം ഒരു ഫാൻറ്റസി മൂവി ആയതുകൊണ്ടാണ് എനിക്കതിനോട് റെസ്പെക്റ്റ് ഉള്ളത്. ഇതിപ്പം ആ പടത്തിനെ ഭയങ്കരമായിട്ട് ഡിഗ്രേഡ് ചെയ്തൊരു സംഭവം കാണുമ്പോൾ എനിക്ക് ഈ ഒരു പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ മാത്രമാണ് ആ പടം അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എഗെയിൻസ്റ്റ് ആയിട്ട് എനിക്ക് പോകാൻ തോന്നുന്ന ഒരു ഫാക്ടറായിട്ടുള്ള ഒരു സംഭവം. ബിക്കോസ് ഇറ്റ്സ് എ ഫാൻറ്റസി മൂവി. സെയിം ഗോസ് ടു ഹൊറർ മൂവി, ഫിക്ഷൻ മൂവി എല്ലാം. പിന്നെ ഓവർ അങ്ങോട്ട് പോയിട്ട് ഈ ബോഡി ഹൊറർ അങ്ങനത്തെ പീക്സ് അങ്ങനെ പോകണമെന്നില്ല. ഹൊറർ എന്ന് പറയുമ്പോൾ പ്രോപ്പർ ഹൊറർ, പ്രേതം വന്ന് പേടിപ്പിക്കുന്ന പടം, പ്രേതപ്പടം. എനിക്കതിനോടാണ് താല്പര്യം. സൈക്കോളജിക്കൽ ഹൊററിനോട് എന്താ പറയുക, സൈക്കോളജിക്കൽ സംഭവമൊക്കെ അടക്കണോട്ടെ, പ്രോപ്പറായിട്ട് വർക്കൗട്ട് പരിപാടികളൊക്കെ ഉണ്ട്, വരട്ടെ സംഭവങ്ങൾ വരട്ടെ. എനിക്ക് റിയൽ ഫൈറ്റേഴ്സിന് എതിർപ്പില്ല. പക്ഷേ ഒരു ഹൊറർ പടം എന്ന് പറഞ്ഞ് ചെറുപ്പം തൊട്ട് നമ്മൾ കണ്ട് ശീലിച്ചത് പ്രേതം വന്ന് പേടിപ്പിക്കുന്ന പടമാണ്, ജംസ്കെയറുള്ള പടമാണ്, പ്രോപ്പർ പ്രേതം. അതല്ലാതെ വിക്രാന്ത് റോണയോ അല്ലെങ്കിൽ മറ്റേ വികൃതി അല്ലല്ലോ, ഷൈൻ ടോൺ ചാക്കോ ഒക്കെ ഉള്ളൊരു പടം ഉണ്ടല്ലോ. അതല്ല, ഷൈൻ ടോൺ ചാക്കോ ഉള്ള മറ്റേ ഈ മുകുന്ദനുടെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പടം ഉണ്ടല്ലോ,
ഷൈൻടോൺ ചാക്കൊക്കെ ഉള്ള വിചിത്രത്തിനോടും വിക്രാന്ത് റോണേനോടൊക്കെ എനിക്കിത് പേഴ്സണലി തോന്നിയ എതിർപ്പ് ഒരു ഹൊറർ ഫിലിം ആണെന്നുള്ളൊരു സംഭവം ലാസ്റ്റ് മാറ്റിയിട്ട് വെറും ഹ്യൂമൻ മെയ്ഡ് ആണെന്നുള്ളൊരു സംഭവത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ്. ഇൻകോസ്റ്റേഴ്സ് ഒക്കെ ഇന്നൊക്കെ നമുക്ക് സഹിക്കാം, നമുക്ക് ഓക്കെ, പ്രശ്നമില്ല. പക്ഷേ ഇല്ല, നല്ലൊരു ഹൊറർപ്പടാവേണ്ട സാധനങ്ങളൊക്കെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഹ്യൂമൻ റിലേറ്റ് ചെയ്ത് മനുഷ്യ കൊണ്ടിറക്കിയത്, അതായത് മാനുഷികമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് അതിൽ വരുന്നു. അവിടെ പ്രേതമില്ലാന്ന് അങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിക്കണോ, എനിക്ക് അതിനോടൊരു താല്പര്യമില്ല. അപ്പുറത്ത് പാട്ടുണ്ട്, കേൾക്കില്ല എന്നുള്ളൊരു ശുഭപ്രതീക്ഷ 100% വിജയത്തിലാണ് ഞാൻ ഇതാക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതൊന്നും മറന്നുപോയി. എന്താണെന്ന് വെച്ചാൽ പ്രേതപ്പടം ഒരു 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 ഹൊറർ മൂവി എന്ന് പറയുമ്പം നല്ലൊരു, ഇതിപ്പം ഭൂതകാലമൊക്കെ കണ്ടപ്പോൾ കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ഒരു പ്രോപ്പർ ഹൊറർ മൂവി, ഒരു പ്രോപ്പർ സോ കോൾഡ് ഹൊറർ മൂവി, സോ കോൾഡ് ടെംപ്ലേറ്റ്, സോ കോൾഡ് പ്രോപ്പർ ഹൊറർ മൂവി, എനിക്കതിനോടാണ് താല്പര്യം. എനിക്കതാണ് താല്പര്യം. എൻ്റെ താല്പര്യമാണല്ലോ ഞാൻ നോക്കണ്ടേ, ഞാൻ കണ്ടൊരു താല്പര്യം നോക്കേണ്ട കാര്യമില്ലല്ലോ, എനിക്കതാണ് താല്പര്യം. അപ്പം ഇതിപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ എഴുതി വന്നിട്ട് ചിലപ്പോൾ ഹൊറർ സിനിമ ലാസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് ഹൊറർ അല്ലാണ്ടാവും. അതൊക്കെ അപ്പം. പക്ഷെ ഇപ്പം നല്ലൊരു ഹൊറർ പടം, പ്രേതം വരുന്നു, പേടിപ്പിക്കുന്നു, പ്രേതത്തിനെ തളയ്ക്കുന്നു, പടം തീരുന്നു. ഈ ടെംപ്ലേറ്റിൽ നല്ല പരിപാടികൾ വരണം പ്ലീസ്, നല്ല പരിപാടികൾ വരണം. അങ്ങനത്തെ ഹൊറർ, ആ ജോൺറെ. അതുപോലെ തന്നെ സയൻസ് ഫിക്ഷൻ എന്ന് പറയുമ്പം ഞാൻ മറ്റേ ഗഗനചാരി പോലത്തെ പീക്ക് പോകുന്നില്ല. നല്ല ഏലിയൻ കുഞ്ഞുങ്ങൾ, നല്ല പരിപാടികൾ അങ്ങനെ വരുന്നു പോകുന്നു, അങ്ങനത്തെ സയൻസ് ഫിക്ഷൻ, ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സയൻസ് ഫിക്ഷൻ. സോംബി ഹൊറർ ജോൺറയിലാണ് വരിക. സോംബിയൊക്കെ എനിക്ക് ഫേവറേറ്റ് പരിപാടിയാണ്. ഞാൻ ഓൾമോസ്റ്റ് സോംബി മൂവീസൊക്കെ കണ്ടിട്ടുണ്ട്. വിരളം ചില തൂക്കിയ പടങ്ങൾ മാത്രമേ ഞാൻ കാണാത്തുള്ളൂ. അത് കണ്ട് അവസാനിപ്പിച്ചാണ്, മീൻസ് തുടങ്ങിയിട്ട് കാണാതെ അവസാനിപ്പിച്ചാണ്. പിന്നെ സർവൈവൽ ജോൺറയൊക്കെ ഭയങ്കര. ഈ സോംബി ആക്ച്വലി ഒരു സർവൈവൽ ജോൺറയാണോ അത് ഹൊറർ ജോൺറയാണോ, അത് ലാസ്റ്റ് എടുത്ത് വരുമ്പോൾ എങ്ങനെയാണോ അത് അങ്ങനെ മാറ്റുമായിരിക്കും അല്ലേ. സർവൈവൽ ജോൺറയല്ലേ ശരിക്കും പറഞ്ഞാൽ. ഐ ആം ലെജൻഡ്, ട്രെയിൻ ടു ബുസാൻ, 28 weeks later, 28 years later ഞാൻ കണ്ടിട്ടില്ല. അത് സാധനം മാറ്റി, പ്ലേറ്റ് മാറ്റി. 28 days later പിന്നെ സാധനം ഉണ്ടല്ലോ, ഷോൺ ഓഫ് ദ ഡെഡ്, ഡോൺ ഓഫ് ദ ഡെഡ്, ഭയങ്കര അടിപൊളിയാണ്. അങ്ങനത്തെ സാധനങ്ങൾ വന്നം, അങ്ങനത്തെ പരിപാടികൾ വന്നം. ഇതിപ്പം നമ്മുടെ ഇവിടെ ഏതോ റാന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഞാനിങ്ങനെ, അത് ജോൺറ ഇതായതുകൊണ്ട്, സോംബിപ്പടം ആയതുകൊണ്ട് അന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തിരുന്നു, ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നു. അപ്സൽ ഒന്നുമില്ല. ദ തിങ് ഈസ് സോംബി മൂവീസ് തന്നെ, ഹൊറർ മൂവീസ് തന്നെ, സർവൈവൽ മൂവീസ് തന്നെ. ഞാൻ അത് കട്ടിയില്ല കേട്ടോ. സർവൈവൽ മൂവീസ് തന്നെ, എല്ലാ സാധനങ്ങളും വരണം. അങ്ങനെ വന്നാൽ സുസ്ഥിര വികസനം ഇതായിരിക്കും, മികച്ചതായിരിക്കും. എടാ ഞാൻ പറയണതാണല്ലോ കാര്യം, വേറെ ആരും ഞാൻ മൈൻഡ് ചെയ്യേണ്ട കേസില്ല. You should understand that. The thing is, ഇത് റെക്കോർഡ് ആവണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഇത് റെക്കോർഡ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ജോൺറസ് വേണം. എടുക്ക് നിങ്ങൾ, ഞാൻ കാണാം.